ഈ 10 പുരസ്കാരങ്ങളിൽ 3 പുരസ്കാരങ്ങൾ VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി നൽകിയ പത്മവിഭൂഷൺ. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സമൂഹത്തിന് ചെയ്ത സേവനങ്ങൾക്കുള്ള അംഗീകാരം. അതുപോലെ തന്നെ പ്രശസ്ത നടൻ ശ്രീ മമ്മൂട്ടിക്ക് ലഭിച്ച പത്മഭൂഷൺ ബഹുമതി കലാരംഗത്ത് അദ്ദേഹം ചെയ്ത സേവനത്തിനുള്ള ഒരു അംഗീകാരം. അതുപോലെ ശ്രീമതി വിമല മേനോന് നൽകിയ പത്മശ്രീ, ഒരു മോഹിനിയാട്ട ഒക്കെ അവർ നൽകിയ സംഭാവനയ്ക്കുള്ള അംഗീകാരം. ഈ 3 അംഗീകാരങ്ങളും സ്വാഗതമാണ്. മറ്റു പുരസ്കാരങ്ങളെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് മറ്റു പുരസ്കാരങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നു. ഈ 3 പുരസ്കാരങ്ങൾ നമ്മളെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ്, അഭിമാനമാണ്. അല്ല, ഞാൻ പറയാം മറ്റു പുരസ്കാരങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയും. തീർച്ചയായിട്ടും 10 പുരസ്കാരങ്ങൾ ഒരിക്കലും രാഷ്ട്രീയ നേട്ടത്തിന് വിനിയോഗിക്കാൻ പാടില്ല. അത് ശരിയായ നടപടിയല്ല. ഇതിലൊക്കെ ചില നിർദ്ദേശങ്ങൾ ജനം കാണുന്നു, അത് തെറ്റാണെന്ന് പറയാൻ കഴിയും. ഒരു കാര്യം ഞാൻ പറയാം, അദ്ദേഹത്തിനെ പോലൊരു അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്നൊരു നേതാവ് ഒരു മുങ്ങുന്ന കപ്പലിൽ കയറുമെന്ന് സാമാന്യ ബോധമുള്ള ആരും വിശ്വസിക്കുന്നു. ക്യാപ്റ്റൻ അടക്കം മുങ്ങാൻ പോകുന്നൊരു കപ്പൽ. ആ കപ്പലിൻ്റെ അകത്ത് ശശി തരൂരിനെ പോലെ അന്താരാഷ്ട്ര രംഗത്ത് അറിയപ്പെടുന്നൊരു വ്യക്തി കയറെന്ന് പറഞ്ഞാൽ അത് ഏപ്രിൽ 1-ാം തീയതി മാത്രമേ പറയാൻ പറ്റൂ. അല്ല, കോൺഗ്രസ് പാർട്ടിയുടെ അസംതൃപ്തി അദ്ദേഹത്തിനുണ്ടാകാം. വിശേഷിച്ച് മഹാപഞ്ചായത്തിൻ്റെ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാത്തൊരു കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രയാസമുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധിയുടെ കുറ്റമല്ല, അദ്ദേഹത്തിന് എഴുതി കൊടുത്ത ആ ലിസ്റ്റാണ് അദ്ദേഹം വായിച്ചത്. അല്ലാതെ ശ്രീ ശശി തരൂരിന് മനപ്പുറം ഒഴിവാക്കാൻ ഒരിക്കലും രാഹുൽ ഗാന്ധി ശ്രമിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിനെ പോലത്തെ ഒരു നേതാവിന് ഇങ്ങനെ പ്രയാസമുണ്ടായത് തീർച്ചയായിട്ടും പാർട്ടി അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് അദ്ദേഹവുമായി സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ. സ്വാഭാവികമായിട്ടും അതൊരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ അദ്ദേഹത്തെ വല്ലാതൊരു വേദനിക്കും. ഞങ്ങൾക്കൊക്കെയാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ തന്നെ ഡൽഹിയിൽ ചർച്ചയ്ക്ക് പോയപ്പോൾ ഞങ്ങളെ ഒഴിവാക്കി. ഞങ്ങളൊന്നും പരാതി പറഞ്ഞില്ലല്ലോ. കാരണം പാർട്ടിയിൽ യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് ഇതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളൊന്നും പ്രതികരിക്കാതെ. അപ്പോൾ പാർട്ടി ഒറ്റക്കെട്ടായി നീങ്ങണം, ഇലക്ഷൻ ജയിക്കണം, ആ ലക്ഷ്യത്തിലാണ് പാർട്ടി പോകുന്നത്. അതിൽ തീർച്ചയായിട്ടും ശ്രീ ശശി തരൂര് ഞങ്ങളോടൊപ്പം ഉണ്ടാകും. പാർട്ടിയുടെ വിജയത്തിന് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ സേവനം അത്യാവശ്യമാണ്.